ആദ്യഘട്ടത്തിൽ താങ്കളുടെ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടി അഡ്വക്കേറ്റ് CK ശ്രീധരൻ. അദ്ദേഹത്തെ അടക്കം അടർത്തിയെടുത്താണ് നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ഈ പാർട്ടി തയ്യാറായത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അദ്ദേഹമൊക്കെ എത്രത്തോളം നിങ്ങളെ ആ സംഭവങ്ങളൊക്കെ വേദനിപ്പിച്ചു, നിങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചു. അത്തരക്കാർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ കോടതി വിധി എന്നാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിച്ചത്. അതെ, അത് ശരിയാണ്. അത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. CK ശ്രീധരൻ എന്ന് പറഞ്ഞ ക്രിമിനൽ വക്കീല് കേരളത്തിലേക്ക് പ്രഗത്ഭൻ എന്ന് പറയുമ്പോഴും അത് വ്യാജമാണ് എന്ന് നമുക്ക് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമൂഹത്തോട് അയാളെ ഇമേജ് എന്ത് കെട്ടിപ്പൊക്കിയത് എങ്ങനെ എന്നുള്ളതൊക്കെ ഈ കേസോടുകൂടി ഇത് പഠിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് തൊട്ടാൽ CK ശ്രീധരന്റെ വക്കീൽ പണി നിർത്തി പോണ്ടി വരും. ഈ കേരളത്തെ വെറുക്കപ്പെടും, ഇയാൾ നീചനായി മാറുമെന്നുള്ള ഞാൻ വ്യക്തമായിട്ട് സന്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും പ്രമാദമായ കേസാണ്. ഞങ്ങളുടെ കൂടെ നിന്ന് ഈ കോൺഗ്രസ് പാർട്ടിയുടെ സംവിധാനത്തിൻ്റെ ഉന്നതനായി ഈ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലടക്കം നിന്ന ഒരു വ്യക്തി, ഞങ്ങൾക്കൊരു ആശ്വാസം നൽകുന്നൊരു വ്യക്തി, അദ്ദേഹം നേരെ തിരിഞ്ഞ് പാർട്ടി ഏതും പോയിക്കോട്ടെ, പ്രശ്നമില്ല, പാർട്ടിയിൽ ആർക്കും എവിടെ പോകുന്നതിന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് അവരെ ഒരു സൗകര്യമാണ്. പക്ഷെ അവിടെ പോയി ഇതിൻ്റെ നമ്മുടെ കുട്ടികളുടെ വക്കാലത്ത് അവർക്ക് വേണ്ടി KB കുഞ്ഞിരാമൻ പോലുള്ള 3-4 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വക്കാലത്ത് ഏറ്റെടുത്തത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരെ ഇന്ന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം പറയുന്നു നമ്മുടെ കേസിന്റെ വിജയം. എവിടെ വിജയം? KB കുഞ്ഞിരാമനെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തിട്ട് ഇന്നിപ്പോൾ ജയിലിൽ കിടക്കുന്ന സമയത്തും അയാൾ പറയുന്നത് നമ്മുടെ കേസിന്റെ വിജയമാണ്. അയാളുടെ മനസ്സാക്ഷിയെക്കുറിച്ചും അയാളുടെ ധാർമ്മികതയെക്കുറിച്ചും ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മനുഷ്യനായി പിറന്നവൻ ചെയ്യുന്നത് ഒരു കാര്യമാണ്. പഠിപ്പും വിവരവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാം, എങ്ങനെ ഈ കാശുണ്ടാക്കാമെന്നില്ല നിലയിലേക്ക് മനുഷ്യൻ മാറിയാൽ എങ്ങനെ? അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ജയചന്ദ്രൻ അദ്ദേഹം ഒരു ബഹുമാനപ്പെട്ട വ്യക്തിയാണ് നമുക്ക് തോന്നുന്നു. പക്ഷേ അദ്ദേഹവും പറയുന്നത് ഇത് കൺമുമ്പിൽ കണ്ടവും പ്രവർത്തിച്ചതുമായ ഈ കേരളത്തിലെ ഓരോ നിജസ്ഥിതി, ഓരോ കൊലപാതകങ്ങളെയും അത് ഒന്ന് ഇപ്പോൾ അദ്ദേഹമൊന്നും ഇത്രയും പ്രായം ആയടക്കം അത് നമ്മൾക്ക് ഇതിന് ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റേതിനെ ന്യായീകരിക്കാൻ പോകുമ്പോൾ വളരെ പ്രയാസമുണ്ട്. കാരണം നിങ്ങൾക്കെല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ കിട്ടുന്ന ഈ ജനങ്ങളുടെ മനസ്സിനകത്ത് കിട്ടുന്ന നിങ്ങൾക്കൊരു വിലയുണ്ട്. നിങ്ങൾ അതിനെ മറ്റുള്ളവരെ അതുകൊണ്ട് ഇത് ഇങ്ങനെ മറ്റതുണ്ടെങ്കിൽ മറ്റത് അങ്ങനെ എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് വിഷമം. കാരണം അത് ഇതേപോലുള്ള ഈ കൊലപാതകത്തിന് നിങ്ങളടക്കം ഇങ്ങനെ പറയുന്നവരടക്കം ഒരു സപ്പോർട്ടാണ് നാം ജനങ്ങൾക്ക് തോന്നാറുള്ളത്. ഇല്ലെങ്കിൽ ഇത്രയും നീചമായ പ്രവൃത്തി കോടതി കണ്ടെത്തിയിട്ട് കൃത്യമായി ശിക്ഷിച്ചതിന് നിങ്ങൾ ഇതിൽ കൂട്ടുനിൽക്കുന്നു, മറ്റുള്ള രീതിക്ക് എന്നുണ്ട്. അതെന്തേ അങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, കേരളം ഭരിക്കുന്ന കാര്യം പിണറായി സർക്കാരല്ലേ? ഇടതുപക്ഷത്തിന്റെ ആൾക്കാർക്ക് എവിടെയെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിടിക്കപ്പെടേണ്ട വ്യക്തിയാരി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരാന്ന്. അതെ, പിടിക്കപ്പെട്ടാൽ പോരെ? ഇതെന്തിനാ മറ്റു പാർട്ടിക്കാരോട് അത് അവിടെ പോയില്ലേ അവരെ പിടിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഞങ്ങളോ പോയിട്ട് പിടിക്കുക? അതിന് ശിക്ഷ കൊടുക്കേണ്ടതും പിടിക്കപ്പെടേണ്ടതും ചെയ്യേണ്ടതും ഇവിടുത്തെ സർക്കാരല്ലേ? അത് ചെയ്യാതെ ഇവിടെ എല്ലാറ്റിനെയും അതേ ചെയ്യാതിരിക്കാൻ വേറെ കാരണങ്ങളുണ്ട്. അത് നമ്മൾക്കറിയാം. CPM പാർട്ടിക്ക് രക്തസാക്ഷികളെ എപ്പോഴും ആവശ്യമാണ്, അത് അവരുണ്ടാക്കിയെടുക്കും. അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നല്ലെങ്കിൽ BJP എന്നല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കേണ്ട രക്തസാക്ഷിയെ കൊണ്ട് ഈ പാർട്ടി വളർത്തുന്ന ഒരു പാർട്ടിയാണെന്നറിയാം. അത് പരസ്പര കലഹം ഉണ്ടായാലും, ഇവിടെ കണ്ണൂർ ബോംബ് പൊട്ടിക്കഴിഞ്ഞാലും, അവർ സ്വന്തം കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിക്കഴിഞ്ഞാലും, മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവരെ എടുത്ത് രക്തസാക്ഷിയാക്കിയിട്ട് മറ്റ് പാർട്ടിയുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാനും അവർ ഒന്നതിനെ അല്ലാതാക്കാനും മാത്രമാണ് ഇവരെ രാഷ്ട്രീയ പ്രവർത്തനം, ഇപ്പം ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം. ഈ പിണറായി ഇത് പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ക്രിമിനൽ വളർത്താൻ വേണ്ടിയാണ്. പക്ഷേ അതിന് മുമ്പേ ഞാൻ പറയുന്നില്ല, നയങ്ങളുണ്ടായിരുന്നു, അവർക്ക് കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു, പല കാര്യം നല്ല ഭരണാധികാരികളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നടക്കുന്ന സംഭവം കൺമുമ്പിൽ കണ്ട് അനുഭവിച്ചിട്ട് പറയുന്ന നമ്മൾ ജയചന്ദ്രൻ അദ്ദേഹത്തെ പോലുള്ള പ്രമുഖ വ്യക്തികളൊക്കെ അത് കൃത്യമായി ഇത് തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഈ നാട്ടിൽ നിങ്ങളെ ബഹുമാനിക്കാനേ ആളുണ്ടാവും. ഇതിന് കൂട്ടുകൂടുമ്പോൾ നിങ്ങൾ ഈ കൊലപാതകത്തിനടക്കം നിങ്ങളും അതിൽ പങ്കുണ്ട് എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുക. കാരണം ഒരാളെ കൊന്നു വീഴുമ്പോൾ മറ്റാളെ കൊന്നില്ലേ എന്നുള്ള ചോദ്യം വരുമ്പോൾ തന്നെ ഇതിൽ കൂടുതൽ വിഷമങ്ങളില്ല, അങ്ങനെ കൊന്നില്ലേ എന്ന് ചോദിക്കുന്ന അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിനകത്തും അത്ര ശുദ്ധമായ ഒരു ആത്മാർത്ഥമായി നിങ്ങൾ പറയുന്ന വാക്കല്ല അത് ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചെയ്തവരെ
കൃത്യമായും അത് ഏത് രാഷ്ട്രീയക്കാരാണെന്നില്ല, ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് ആർക്കും പറഞ്ഞതല്ല. അത്ര നിജമായ പ്രവൃത്തി ചെയ്തിട്ടും നിങ്ങളെപ്പോലുള്ള ബഹുമാനപ്പെട്ട ഈ നാട്ടിൽ ജീവിച്ച് അനുഭവ പരിചയമുള്ള, ഇത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞിട്ട് അനുഭവമുള്ള ആൾക്കാർ അതിനെതിരെ കൃത്യമായി നിലപാടെടുക്കേണ്ട മനുഷ്യരാണ് നിങ്ങൾ. ശരി ശരി അതിന് മറുപടി വേണം. ഒരു കണിക പോലും ന്യായീകരിക്കരുത്. ഈ അതിന്റെ നിയമവഴികളായാലും ഈ പാർട്ടി മറ്റു കൊലപാതകങ്ങളുമായി ഇതിനെ കമ്പയർ ചെയ്യുകയും മറ്റും ചെയ്യുകയും അത്തരം കാര്യങ്ങൾ ഒരു കണിക പോലും ന്യായീകരിക്കരുത് നിലപാടുള്ള ആളാണ് ഞാൻ. അത് യാതൊരു സംശയവുമില്ല. കാരണം പൊതുവേ നമ്മുടെ പരമാവധി ജനങ്ങളും, നമ്മുടെ സമൂഹത്തിലെ പരമാവധി ജനങ്ങളും ഇത്തരം കാര്യങ്ങളോട് മാറി നിൽക്കുന്ന ആളുകളാണ്, യാതൊരു താല്പര്യമില്ലാത്ത ആളുകളാണ്. കേവലം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രണ്ട് ചെറുപ്പക്കാർ അവിടെ ഒരു പാർട്ടിക്ക് ഭീഷണിയായി വരുമെന്ന അതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം അവരെയും വളരെ അനുവദിക്കണം, അവരും സമൂഹത്തിൽ അവരെ ജീവിക്കാൻ അനുവദിക്കണം. അതിപ്പോൾ ഇങ്ങനെ അവരെ ഇവരോട് പ്രവർത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയമവഴികൾ അതിൻ്റെ മറ്റു കാര്യങ്ങളെ ഒന്നും ഒരു ശകലം പോലും ന്യായീകരിക്കരുത്. അത് ശരിയുമല്ല.